എന്തൊക്കെയാണ് ഗായ്സ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? തൊപ്പി, ഷമീർ, മമ്മു തല്ലി പിരിഞ്ഞു പോയടേ. ഇവന്മാരുടെ പണ്ടത്തെ പരിപാടി കാണുമ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് അധിക നാൾ മുന്നോട്ട് പോകൂല. ഇപ്പം ഓൾറെഡി ഷമീറും മുമ്മു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് ഏകദേശം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് ബദലായിട്ട് ഇന്ന് തൊപ്പി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് തൊപ്പിയുടെ ലൈവ് സ്ട്രീമിങ്ങിലുണ്ടായിരുന്നു. മൊത്തം കുണ്ടം പരിപാടിയാണ്. പരിപാടി മൊത്തം കുണ്ടം പരിപാടിയാണ്. എന്താണ് ഇങ്ങനെ? ഇതൊക്കെയായിരുന്നു അപ്പോൾ അവിടെ നടക്കുന്നത്. ശരിക്കും നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര ബോണ്ടാണ്, ഫ്രണ്ട്ഷിപ്പാണ്, ചേട്ടനനിയ ബന്ധമാണ് എന്നെല്ലാം വിചാരിക്കും. പക്ഷേ ഇവരെല്ലാം തമ്മിൽ അടിയാണ്. എല്ലാവരും അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ഗൈസ് പറയാ? ഇപ്പോൾ തൊപ്പി പറഞ്ഞു വരുന്നത് ഇവര് മിൽക്ക് ഷേക്ക് അടിച്ചു, മിൽക്ക് ഷേക്ക് കുടിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോന്ന് അറിയത്തില്ല. ഇനി ഷമീറും മുമ്മും ഇതിൻ്റെ ഓപ്പോസിറ്റ് വീഡിയോ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഓപ്പോസിറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ തൊപ്പിയുടെ ഭാഗത്തു നിന്നും മിൽക്ക് ഷേക്ക് ഉണ്ടോ, മിൽക്ക് ഷേക്കിനകത്ത് തൊപ്പിയും ഭാഗമാണോ എന്നൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമുക്ക്. ഇനി ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഒക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവരതിനകത്ത് നല്ല രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു. ഡ്രഗ് ഉണ്ടായിരുന്നു, പെണ്ണുപിടി ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെ കൊള്ളരുതാമയത് കാണിക്കാമോ അതെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പം ഇവന്മാർ ഇതെല്ലാം ഇനി വിളിച്ച് പറയുകയും ചെയ്യും. ഉറപ്പായിട്ട് ഇവന്മാരൊക്കെ ഇനി വിളിച്ച് പറയും. മൊമ്മുവും ഷമീറും കട്ടയ്ക്ക് തിരിഞ്ഞിട്ടുണ്ട് തൊപ്പിക്കെതിരെ. തൊപ്പിയും കട്ടയ്ക്ക് തിരിഞ്ഞിട്ടുണ്ട്. തൊപ്പി പറയുന്നത് ഇവരായിട്ടിത് എന്തെങ്കിലും കാണിച്ച് നിർത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് സ്ട്രീമിങ്ങിൽ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തൊപ്പി ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം മല പോലെ വന്നത് എലി പോലെ പോയെന്നുള്ളൊരു അവസ്ഥയായി ഗൈസ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ അലിഗേഷൻ വെച്ച് നോക്കുമ്പം ഷമീറും മുമ്മും ഒക്കെ അങ്ങ് ഹൈ ലെവലിൽ നിന്നായിരുന്നു. തൊപ്പീനെ എല്ലാവരും കുറ്റം പറഞ്ഞ് തൊപ്പീനെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കൊണ്ടത് നേരെ തിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി സ്കോർ ചെയ്തു. അമ്മാതിരടിയാണ് ഷമീറിനും മുമ്മൂനും ഇട്ട് കൊടുത്തേക്കുന്നത്. ശരിക്കും തൊപ്പിയുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ തൊപ്പി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തൊപ്പിയുടെ ഭാഗത്ത് തന്നെ ആകുമെന്ന്. ഷമീറും മുമ്മും പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ഭാഗത്താണ്. പക്ഷേ ഇവർ രണ്ടും ശരിയല്ല, രണ്ട് ടീമും ശരിയല്ല. ഇവന്മാരെല്ലാം ഒന്നിച്ച് ഇത്രയും നാൾ നടന്നിട്ട് മൊത്തം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ആൾക്കാരെ എല്ലാം ഊമ്പിച്ചിട്ട്, മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് ആ സ്ട്രീമിൽ. പിന്നെ പൈസ കൊടുത്തില്ലെന്ന് തൊപ്പി മുമ്മൂന് കൊടുത്തിട്ടില്ലെന്ന് ഇന്നലെ മുമ്പ് പറഞ്ഞൊരു ഓൾറെഡി 10,000 രൂപയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് സാധനം വാങ്ങാൻ. ഇന്ന് അതേപടി എനിക്ക് ഇന്നലെ ഇത് കണ്ടപ്പോൾ തോന്നിയായിരുന്നു ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാൻ സാധ്യത ഉണ്ടെന്ന്. തൊപ്പി കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. മുമ്മൂന് 10,000, 1000, 5000 ഒക്കെ വെച്ച് കൊടുക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി മുമ്മു ഇന്നലെ ഡിഫെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലായിട്ട് ഈ തൊപ്പി കാണിച്ചേക്കുന്നത് സാധനങ്ങൾ വാങ്ങാൻ പോയ പൈസ ആണെന്നാണ് എല്ലാവരും കരുതത്തുള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷമീറിന് പൈസ കൊടുക്കുന്നത്, ജാസിക്കും പൈസ കൊടുക്കുന്നത് തൊപ്പി കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം തൊപ്പി അവിടെ ക്യാഷ് കൊടുക്കുന്നില്ലെന്ന് തന്നെയാണ്. എന്തായാലും ഗൈസ് കൊള്ളാം, നടക്കട്ടെ. ഇതിങ്ങനെ നീണ്ടു പോവായിരിക്കും. ഇത്രയും നാളും ഇവരെല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഇതും സ്ക്രിപ്റ്റഡ് അല്ലെന്നാണ് ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് ഇത്രയും അലിഗേഷൻസ് ഒക്കെ വരുമ്പം സ്ക്രിപ്റ്റഡ് അല്ലത്. എന്തായാലും ഇതിൻ്റെ പാർട്ട് 3, 4, 5 ഒക്കെ കാണും, മുന്നോട്ട് കാണും.
യൂട്യൂബ് കണ്ടന്റേഴ്സിനെല്ലാം ജാഗ്രതയായിട്ടുണ്ട് ശരിക്കും. ഒന്ന് കണ്ടന്റ് കുറഞ്ഞു നിന്ന എല്ലാവർക്കും കണ്ടന്റ് ആയിട്ടുണ്ട്. അയ്യോ എന്താ പറയാനാ. അപ്പോൾ ഓക്കെ ഗൈസ്,